الحمد لله وكفى وسلام على من اصطفى. الحمد لله وحده ونصر عبده وهزم الأحزاب وحده. وأشهد أن سيدنا محمدا صلى الله عليه وسلم الذي بلغت الرسالة وأديت الأمانة ونصح الأمة وكشف الأمة. وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله. وقال تعالى في محكم تنزيل: ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. وقال تعالى: الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. وما تفعلوه من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. عن أبي هريرة رضي الله تعالى عنه أنه قال: قال النبي صلى الله عليه وسلم: ما من أيام أفضل من عند الله تعالى من 10 ذي الحجة، أو كما قال عليه الصلاة والسلام. وقال النبي صلى الله عليه وسلم: الحج عرفة، أو كما قال عليه السلام. اللهم صل وسلم وبارك وتحنن على حبيبك سيدنا محمد صلى الله عليه وسلم الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحابه حق قدره العظيم ومقداره العظيم وعلى آله وصحبه وسلم وبارك أجمعين. പരിശുദ്ധനായ റബ്ബ് തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്ന് അവൻ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ച മുഴുവൻ ദോഷങ്ങളും സമസ്തമായ അപരാധങ്ങളും അല്ലാഹു അവന്റെ മഹദ് ഫളൽ കൊണ്ട് ഔദാര്യം കൊണ്ട് നമുക്കൊക്കെ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല പാപമുക്തമായ പരിശുദ്ധമായ ജീവിതം നയിക്കാനും അവന്റെ തൃപ്തിയിലായി കലിമ പറഞ്ഞ് മരണപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറന്ന് ഖബറിന്റെ ജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഈ മസ്ജിദിനും ധാരാളം മസാജിദുകളുടെ സമീപം ദഫനിലായവർ, അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അവരുടെ ഖബർ ജീവിതത്തെ അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധനായ റബ്ബ് തആല ഏറ്റവും അനുഗ്രഹീതമെന്നും ആനന്ദദായകമെന്നും വിശേഷിപ്പിക്കപ്പെട്ട വളരെ മഹത്തരവും അനുഗ്രഹപൂർണവുമായ അനുഗ്രഹീത രാവുകളിലാണ് നമുക്ക് നിലകൊള്ളുന്നത്. പരിശുദ്ധമായ അതിപാവനമായ വിശുദ്ധമായ ഭാഷാ ശകലങ്ങളിൽ നിന്ന് ആന്തോളനം സൃഷ്ടിക്കാൻ സാധിക്കുന്ന അത്രയും അനുഗ്രഹീതമായ ഒരു ദുൽഹിജ്ജയിലാണ് നമ്മളുള്ളത്. ഏറ്റവും അനുഗ്രഹീതമായ സമയങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളെല്ലാം തന്നെ. വലയാലിൻ അശ്ർ, ഏറ്റവും അനുഗ്രഹീതമായ 10 ദിനരാത്രങ്ങൾ. ലോകം ശ്രദ്ധിക്കപ്പെടുന്ന, ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മനുഷ്യാവകാശ ദംശനങ്ങൾക്കപ്പുറത്തേക്ക് ലോകത്ത് എല്ലാ വിധേനയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രമേയത്തിന്റെ ആകെയുള്ള ആറ്റിറ്റ്യൂഷൻ നടന്നത് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ അനുഗ്രഹീതമായ 10 ദിനരാത്രങ്ങളിൽ ഒരു പ്രഥമ പകലിലാണ്.
ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം, ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്നറിയപ്പെടുന്ന ഏറ്റവും സമുന്നതമായ ലോകത്തിന്റെ വിഗതികളെ നിയന്ത്രിക്കുകയും ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശത്തിനു വേണ്ടി നിരന്തരം ചമത്കാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു സംഘടനയുടെ താത്വിക അവലോകനങ്ങൾക്കപ്പുറം 1500 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിനു മുമ്പിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. അതിന് ഏറ്റവും കാർമ്മികത്വം വഹിച്ചത് പരിശുദ്ധമായ അറഫയാണ്. അൽ ഹജ്ജു അറഫ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് എന്നാൽ അറഫയാണ്. ഹജ്ജിന്റെ ഏറ്റവും കൂടുതൽ ചേർത്തു വെക്കാൻ സാധിക്കുന്നത് അറഫയിലേക്കാണ്. അറഫ എന്നാൽ നമ്മുടെ പ്രപിതാമഹനായ സയ്യിദുനാ ആദം അലാ നബിയിന അലൈഹി സ്വലാത്തു വസ്സലാമും പ്രിയപ്പെട്ട പത്നിയായ ബീവി ഹവ്വ റളിയല്ലാഹു തആല അൻഹയും സംഗമിച്ച ഭൂമിക്കാണ് അറഫ എന്നറിയപ്പെടുക. അറഫ മനസ്സിലാക്കി എന്നാണ് അറബി പദത്തിന്റെ അർത്ഥം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സ്നേഹമുള്ളവരെ, വിശ്വാസികളായ മുഅ്മിനീങ്ങളെ, ലാ യസ്ഗർ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങളിൽ നിന്ന് ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്, അപഹസിക്കരുത്. അസാ യകൂനൂ ഖൈറൻ മിൻഹും, നിങ്ങളിലുള്ള ആ അപഹസിക്കപ്പെടുന്നവർ, പരിഹാസപാത്രമാക്കപ്പെടുന്നവരെക്കാൾ സമുന്നതരും ചമൽക്കാരങ്ങളിൽ ഉന്നതരും ഭാഷയിലും നൈപുണ്യത്തിലും വേഷത്തിലും വസ്ത്രത്തിലും ജനങ്ങൾ ഏർപ്പെടുന്ന സകല മേഖലകളിലും നിങ്ങൾ അപഹസിക്കപ്പെടുന്നവർ നിങ്ങളെക്കാൾ മുൻപന്തിയിലുള്ളവരായേക്കാം. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉ മിൻ നിസാഇൻ അസാ യകുന്ന ഖൈറൻ മിൻഹുൻ. നിങ്ങളിലുള്ള സ്ത്രീകൾ മറ്റ് സ്ത്രീകളെ അപഹസിക്കരുത്, പരിഹാസപാത്രമാക്കരുത്. ആ പരിഹാസപാത്രമാക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകളെക്കാൾ സമുന്നതരായേക്കാം. വിശുദ്ധ ഖുർആനിന്റെ ഒരു അഗൈതവമായ പ്രഖ്യാപനമാണിത്. ഭൂമിലോകത്ത് ഏറ്റവും കൂടുതൽ ജിയോളജിക്കൽ വകുപ്പും മറ്റു മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ചർച്ച ചെയ്ത ഒരായത്താണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരായത്താണ്. എന്തുകൊണ്ടാണ്? മണ്ണിൽ നിന്ന് വന്ന മനുഷ്യൻ, മണ്ണിൽ നിന്ന് വന്ന മാനവൻ, അവന്റെ മൂല്യങ്ങളെ, അവന്റെ അവസ്ഥാന്തരങ്ങളിൽ ഉണ്ടാകുന്ന അവന്റെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും വിവിധ ലോകങ്ങളിൽ നിന്നും മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കപ്പെടുന്ന ഒരു സംഘടന ഇതിനെ മുന്നോട്ട് ഈ പ്രമേയത്തെ വെക്കുന്നതിന്റെ കാലാന്തരങ്ങൾക്ക് മുമ്പ്, ദേശാന്തരങ്ങൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് ചിന്തകൾക്ക് അതീതമായി വിശുദ്ധ ഖുർആൻ അത് പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യരെ, നിങ്ങൾ ഒന്നാണ്. നിങ്ങളിൽ നിന്ന് കറുത്തവനേക്കാൾ വെളുത്തവനോ വെളുത്തവനേക്കാൾ കറുത്തവനോ സ്ഥാനമുള്ളവർക്ക് സ്ഥാനമില്ലാത്തവരെക്കാളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്രത്യേകിച്ച് ഒരു മഹത്വവുമില്ല. തഖ്വയും ഇഖ്ലാസും കൊണ്ടല്ലാതെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഏറ്റവും കൂടുതൽ ധ്വംസനം നടക്കപ്പെടുന്ന ഒരു വിഷയത്തെ പ്രമേയമാക്കി പരിശുദ്ധ അറഫത്തുൽ മുശറഫയിൽ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു പ്രഖ്യാപനമാണ് അറഫ. അതുകൊണ്ടാണ് ഹജ്ജിന്റെ ഡെഫിനിഷനെ വിശദീകരിക്കുമ്പോൾ മഹത്തുക്കൾ ചേർത്തു പറഞ്ഞത് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്നാൽ അറഫയാണ്. കാരണം മനുഷ്യനെ മനസ്സിലാക്കുന്നതിനേക്കാൾ, അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ, മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിനേക്കാൾ ഒരു ചാലക ശക്തി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടില്ല. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم أكملت لكم دينكم,
ദീനക്കും, ഇന്ന് നാം അങ്ങയുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു യാ റസൂലല്ലാഹ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാമിനെ ദീനായി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമായി, മതമായി തൃപ്തിപ്പെട്ട് അങ്ങക്ക് നൽകുകയും ഈ ദീനനുസരിച്ച് ജീവിക്കുന്നതിന്റെ പൂർത്തീകരണം അങ്ങയുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു യാ റസൂലല്ലാഹ് എന്നാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ഇമാം നസഫി തങ്ങളെ പോലെ കാലം കണ്ട മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ അതിന് വിശദീകരണം എഴുതിയിരിക്കുന്നത്. അല്ലാഹു തആല ഏറ്റവും തൃപ്തിപ്പെട്ട് മതമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്താണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനരുടെ സദസ്സിലേക്ക് ആ കാലത്ത് അറിയപ്പെട്ട ഒരു ജൂതനായ പണ്ഡിതൻ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ സമുദായത്തിനിറങ്ങിയ ആയത്ത് ഞങ്ങൾക്ക് ഇറങ്ങിയിരുന്നുവെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ പെരുന്നാളായി സന്തോഷത്തോടുകൂടി ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. ആ ദിവസം പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്താണ് അതിന് കാരണമായത്. ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുന്നുണ്ട് ഈ ആയത്തിറങ്ങുമ്പോൾ എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അബൂബക്കർ തങ്ങൾ കരയുന്നത്? യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് സഹാബ ചോദിക്കുമ്പോ ഇത് രണ്ട് പൂർത്തീകരണത്തിന്റെ താത്വികമായ അവലോകനമാണ്. ഒന്നെന്റെ ഹബീബ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഉണ്ടാകുമെന്ന ആ വരികൾക്കിടയിലൂടെ വായിച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. രണ്ട്, ഈ വിശുദ്ധമായ ദീനിനെ പൂർത്തിയാക്കപ്പെട്ടതുപോലെ എന്റെ റസൂലുള്ളാഹി വല്ലാത്തൊരു വികാരമായിരുന്നു സഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത ഒരു പ്രണയമായിരുന്നു. കാരണം ചരിത്രകാരന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിൽ വിവിധ പ്രവിശ്യകളിലെല്ലാം ധാരാളം യാത്ര നടത്തി യാത്രത്തിന്റെ അവലോകനത്തിൽ ഇബ്നു ബത്തൂത തന്റെ സീറയിൽ അവസാനമായി എഴുതി പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് ഹബീബിനെ സ്നേഹിക്കപ്പെട്ടതുപോലെ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദങ്ങളെ പിന്തുടർന്നതുപോലെ അവിടുന്ന് മുഴുവൻ അനക്കങ്ങളിലും അടക്കങ്ങളിലും അവിടുത്തെ പാതുകങ്ങളിലും വരെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സഹാബത്ത് അടിയിരുന്നത് പോലെ ആ ചാണിന് ചാണായി തങ്ങളെ പ്രണയിച്ചതുപോലെ ഞാൻ കണ്ടിട്ടില്ല. ലോകത്തൊരാളും ഒരു നേതാവിനെയും ജേതാവിനെയും പ്രണയിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് മഹത്തുക്കൾ എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ആയത്തിറങ്ങലും അവിടുത്തെ തിരുവിയോഗവും ഉടനെ ഉണ്ടാകുമെന്ന് പരിശുദ്ധരായ സഹാബത്തിന് മനസ്സിലായത്. അവർക്ക് അത്രയും ബന്ധമായിരുന്നു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി. മഹാന്മാർ ദുൽഹിജ്ജയുടെ മഹത്വത്തെ പറയുന്നുണ്ട്. ഇമാം ശർവാനി തങ്ങളെ പോലെയുള്ള മഹാന്മാർ പറയുന്നത് കാണാം, ദുൽഹിജ്ജയുടെ മഹത്വം ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട മഹത്വം ഈ 10 ദിനരാത്രങ്ങളിൽ ഒരു സെക്കൻഡിനെ പോലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ പാഴാക്കാതിരിക്കലാണ്. വതസ്ബീഹിൻ അറിയാവുന്ന തസ്ബീഹുകളൊക്കെ, വതഹ്ലീലിൻ അറിയാവുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകളൊക്കെ, വതത്മീമിൻ അറിയാവുന്ന ഏതെല്ലാം ദിക്റുകളുണ്ടോ, ഏതെല്ലാം ഇബാദത്തിൻ വസദഖത്തിൻ ജാരിയ ഏതെല്ലാം അനുസ്യൂതമായ സദഖകളുണ്ടോ, ദാനധർമ്മങ്ങളുണ്ടോ, നന്മകളുണ്ടോ അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു തന്ന അവസരമാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഈ 10 ദിനരാത്രം. അതിലേറ്റവും പവിത്രമായതാണ്, അനുഗ്രഹീതമായ ഈ അറഫ ഉൾക്കൊള്ളുന്ന ഈ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. ബുധനാഴ്ച അറഫ നോമ്പാണ്. നമ്മളാരും അതിന്റെ ശ്രേഷ്ഠതയെ വിട്ടുപോകരുത്. പരമാവധി പൊറുക്കലിനെ തേടിയാൽ, ദുആക്കൾക്ക് ചോദിക്കപ്പെട്ടാൽ ആ ദുആക്കൾക്ക് മറുപടി ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ അഫ്ളലു മിൻ ഇൻദില്ലാഹി മിൻ അശറതി ദിൽഹിജ്ജ. ഈ ദിൽഹിജ്ജയുടെ 10 ദിനരാത്രങ്ങളുടെ ശ്രേഷ്ഠത റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായി അല്ലാഹു തആല രേഖപ്പെടുത്തുന്നതാണ്. ധാരാളം അമലുകൾ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. മറ്റൊന്ന് ധാരാളം തക്ബീറാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. മറ്റൊന്ന് സദഖകൾ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്.
ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹുവിനെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. മഹാനവറുകൾ നടന്നു പോകുന്ന ഒരു വഴിയിൽ അള്ളാഹുവിന്റെ നാമം എഴുതിയ ഒരു കടലാസ് കിടക്കുകയും ആ കടലാസിനെ അവിടുന്ന് എടുക്കുകയും അത് വൃത്തിയാക്കുകയും ശേഷം അതിൽ മഹാനവർ സുഗന്ധം പൂശുകയും ചെയ്തു. ബിശ്റുൽ ഹാഫി തങ്ങളെ വായിക്കുമ്പോൾ ചരിത്രത്തിൽ വായിക്കാം, സ്വർഗീയ നേതാക്കളുടെ മഹാന്മാരുടെ പേരുകളിൽപ്പെട്ട ഒരു അമൂല്യമായ നാമമാണ് ബിശ്റുൽ ഹാഫി. മഹാനവറുകൾ ഔലിയാക്കളുടെ ഏറ്റവും സമുന്നത സ്ഥാനത്തിലേക്ക് എത്തിയവരാണ്. എന്തുകൊണ്ടെത്തി? മഹാനവറുകൾ ഹൃദയങ്ങളുടെ ഭയഭക്തിയുമായി ബന്ധപ്പെട്ടതാണ് ബഹുമാനം, ആദരവ് എന്നുള്ളത്. അല്ലാഹു തആല ആദരിച്ചതിനെ മഹാനവർ ആദരിക്കാൻ തയ്യാറായതുകൊണ്ട് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു തആല സമുന്നതമായ സ്വർഗീയ അലങ്കാരങ്ങൾ മഹാനവർക്ക് കാട്ടിക്കൊടുക്കുകയുണ്ടായി എന്ന് അവരെ കുറിച്ച് സീറകളിൽ വായിക്കാം. എന്തുകൊണ്ടാണ് ഇത് സാധ്യമായത്? ഇതൊക്കെ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. അവൻ ആദരിച്ച സ്ഥലങ്ങൾ പരിശുദ്ധ അറഫയാണ്. നമ്മളൊക്കെ ഓർമ്മയിൽ ഉണ്ടാകണം. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഈ ദുൽഹജ്ജയിൽ കൂടുതലായി ഒരാൾക്ക് ഉണ്ടാവുകയും അവൻ ആ കാര്യം മുന്നിൽ വെച്ച് റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു തആല ആ ഹജ്ജിന് വേണ്ടിയുള്ള സൗഭാഗ്യത്തെ അവന്റെ ദുആയിനെ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. സൂഫിയാക്കളായ മഹത്തുക്കൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് നിരന്തരമായി ഈ സന്ദർഭത്തിൽ ഈ ദുൽഹജ്ജ് 10 വരെ ബലിപ്പെരുന്നാളിന്റെ രാവ് വരെ നിരന്തരമായി ദുആകളിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ്, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, ഇനി വരുന്ന വെള്ളിയാഴ്ച രാവ് നമ്മുടെ ദുആകളിൽ നിരന്തരമായി ഉണ്ടാകണം. നമുക്ക് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കാൻ ഇത് കാരണമാകുമെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഇതിന്റെ സന്ദർഭങ്ങളെ, അവസരങ്ങളെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഏറ്റവും വലിയ അമലാണ് അറഫയുടെ നോമ്പ്. അറഫയുടെ നോമ്പിന്റെ പ്രതിഫലം എന്താണ്? ഒരു മനുഷ്യൻ ചെയ്യുന്ന അവന്റെ മുഴുവൻ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെ ചെറുപാപങ്ങൾ അത് പൊറുക്കപ്പെടുകയും അവൻ കഴിഞ്ഞ ഒരു വർഷം ചെയ്ത ചെറുപാപങ്ങളെ അല്ലാഹു തആല മാപ്പാക്കപ്പെടുകയും അതായത് ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് രണ്ടർത്ഥത്തെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. വലിയ മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ ഇമാം തുർമിദി തങ്ങളുടെ ശറഹിൽ നിന്ന് വിശദീകരിക്കുന്നതായി കാണാം. ഇനി വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ആയുസ് ലഭിക്കുമെന്നാണ് തുർമിദി റളിയല്ലാഹു തആല അൻഹു ശറഹ് എഴുതിയ മഹാന്മാർ എഴുതിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ അവന്റെ ദോഷങ്ങളെ പൊറുക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞാൽ ഒരു വർഷവും കൂടെ പ്രിയമുള്ളവരെ ആയുസ് ലഭിക്കാൻ മഹാ സൗഭാഗ്യമാണ് നമുക്ക് വരുന്ന ഈ പരിശുദ്ധമായ ഈ സമീപത്ത് വരുന്ന ബുധനാഴ്ചയിൽ നമ്മൾ പിടിക്കാനിരിക്കുന്ന പരിശുദ്ധമായ അറഫയുടെ നോമ്പ്. അറഫ മുന്നോട്ട് വെക്കുന്ന പ്രമേയം എന്താണ്? മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കുക. ഒരാൾക്കും മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠതയില്ല, റബ്ബ് ശ്രേഷ്ഠത കൊടുത്തവർക്കല്ലാതെ. അങ്ങനെ അതിന് മാനയുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യർക്ക് മറ്റുള്ള മനുഷ്യരെക്കാൾ ശ്രേഷ്ഠതയില്ല, അതുകൊണ്ട് മഹാന്മാർക്ക് ശ്രേഷ്ഠതയില്ല എന്നല്ല. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കൽ അത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ ഇല്ലാത്ത മനുഷ്യനാണോ അവൻ ആദരവുണ്ടാകില്ല എന്നാണ് അതിന്റെ വിശദീകരണമായി ഈ ഖുർആനിന്റെ ഈ ആയത്തിന്റെ ഇതൊക്കെ റബ്ബിന്റെ ചിഹ്നങ്ങളാണ്. ദുൽഹജ്ജ അല്ലാഹു തആലയുടെ ചിഹ്നങ്ങളാണ്, അവൻ ആദരിച്ച ദിനങ്ങളാണ്. പരിശുദ്ധമായ മുഹറമിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ അല്ലാഹു ആദരിച്ചതാണ്. ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ അല്ലാഹു തആല ആദരിച്ചതാണ്. പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും അവസാനത്തെ 10 ദിനരാത്രങ്ങൾ ചോദിച്ചാൽ എന്തും ലഭിക്കുന്നതാണ്, അല്ലാഹു ആദരിച്ചതാണ്. മഹാന്മാരുടെ മസാറുകൾ അല്ലാഹു ആദരിച്ചതാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മഖ്ബറത്തുൽ മുശറഫ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലാഹു ആദരിച്ചതാണ്. അല്ലാഹു ആദരിക്കുന്നതിനെ ആദരിക്കണമോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവന്റെ ഹൃദയത്തിൽ ഖൽബിൽ തഖ്വ ഉണ്ടാകണം. രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് റബ്ബ് ആദരിച്ചതിനെ ആദരിക്കലാണ് എന്ന് എഴുതിയ എത്ര മഹാന്മാരാണ് ഇതിന്റെ വിശദീകരണം എഴുതിയിരിക്കുന്നത്. ജീവിതം കൊണ്ട് റബ്ബിന്റെ റിളയും അവന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും നേടിയവർ എത്ര വലിയ മഹാസൗഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് അതിന്റെ തലേ ദിവസവും യൗമുൽ തർവിയയും പരിശുദ്ധമായ അറഫയിൽ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും പ്രിയപ്പെട്ട ഉമ്മ ഹവ്വ റളിയല്ലാഹു തആല ഒരുമിച്ച് കണ്ടുമുട്ടിയ സമയം കൂടിയാണ്. അതുകൊണ്ട് അതിന്റെ ദുആകൾക്കൊക്കെ സ്വീകാര്യതയുണ്ട്. വിശിഷ്യ ഇന്ത്യയുടെ പരിസരം പിന്നെയും മലീമസമായി കൊണ്ടിരിക്കുന്ന സമകാലീന ഇന്ത്യയിലാണ് നമ്മളൊക്കെയും ഉള്ളത്. നിരന്തരം ബുൾഡോസർ രാജ് പിന്നെയും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്ഡേഷനിലായി
വാർത്താ ശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ അതൊക്കെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മസ്ജിദുകൾ പൊളിക്കപ്പെടുകയും അധർമ്മം വല്ലാതെ വ്യാപിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് നമ്മുടെ ഈ സമയത്തുള്ള ദുആകളിൽ ഹാജിമാരുമായി നമ്മൾ ഹൃദയം കൊണ്ട് ഐക്യദാർഢ്യം ഉണ്ടാകേണ്ടതുണ്ട്. ഹാജിമാരുമായി നമ്മൾ പ്രത്യേകമായി ഹൃദയബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ആ ഹാജിമാരുടെ ദുആകളിൽ ഈ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് റബ്ബിനോട് നമുക്ക് പറഞ്ഞ് പരിഹാരം തേടേണ്ടതുണ്ട്. നമുക്ക് ഇബാദത്തിന് സൗഭാഗ്യം ലഭിക്കുന്നത് പോലെ ലോകത്തെല്ലായിടത്തും സൗഭാഗ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ മുഅ്മിനിന്റെ വിശ്വാസിയുടെ ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.